അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് മാപ്പിളയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കേരളത്തിൽ പിറവിയെടുത്തത് നമ്മുടെ പ്രപിതാക്കളുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ചിട്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരാൾക്ക് ഞാൻ ജാമ്യം നിൽക്കുന്നതാണ്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാ, തർക്കം ഉപേക്ഷിച്ച മനുഷ്യനാണ്. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ വീട് വെച്ച് കൊടുക്കുക. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ ഒരു സ്യൂട്ട് റൂം ഒരു തന്നെ നിർമ്മിച്ചു കൊടുക്കാൻ ഈ മുഹമ്മദ് ജാമ്യക്കാരനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള റൂമിനാണല്ലോ വില ഉള്ളത്. അതിപ്പോ അപ്പാർട്ട്മെന്റുകൾ വില്ലകളൊക്കെ നമ്മൾ വില പറയാൻ കോഴിക്കോട്ടേക്കോ മാംഗ്ലൂരിലേക്കോ കാസർഗോട്ടേക്കോ കണ്ണൂരിലേക്കോ ഒക്കെ പോകുമ്പോ ബീച്ച് സൈഡിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും നദിയുടെ തീരത്തുള്ള പാർക്കിന്റെ ഭാഗത്തുള്ള ടൗണിലുള്ള മെട്രോ നഗരങ്ങളിലുള്ള വലിയ വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ, ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റ് സൗധങ്ങളിൽ ഏറ്റവും വിലയുള്ളത് ടോപ്പ് ഫസ്റ്റ് അതിന്റെ പീക്ക് ലെവലിലുള്ള റൂമുകൾക്കാണ്. കാരണം അവിടേക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട്. മാത്രമല്ല ഏറ്റവും ഉന്നതങ്ങളിലാകുമ്പോ വ്യൂ, ആംബിയൻസ്, അത് സറൗണ്ടിങ്സ്, പാർശ്വവീക്ഷണം വളരെ കൃത്യമായിട്ട് കിട്ടും. മാലിന്യങ്ങളുടെ പ്രശ്നം അത്ര ഉണ്ടാകൂല. സ്വച്ഛന്തമായ ശുദ്ധമായ അവർക്ക് കിട്ടും. കൊതുകിന്റെ ശല്യം ഉണ്ടാകൂല. അങ്ങനെ ഒരുപാട് എന്താ പറയാ പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് സ്വർഗവും. സ്വർഗത്തിന്റെ അഴലയാണ് ഉന്നതം. സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള റൂമാണ് ഏറ്റവും പരിശുദ്ധവും പവിത്രവും സ്ഥാനമുള്ളതുമായ റൂം. ആ റൂം ആർക്കാണ് നബിയെ അങ്ങ് ജാമ്യം നിന്ന് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ലിമൻ കാന ഖുലുഖുഹു ഹസനാ, സ്വഭാവം നന്നായ മനുഷ്യനാണ്. ക്വാളിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. വളർന്നു വരുന്ന തലമുറ ക്വാളിറ്റി പഠിക്കട്ടെ. ഒരു സോഷ്യൽ മീഡിയയിലാകുമ്പോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. അത് പണ്ടത്തെ മഹാപിള്ള എന്ന പേര് നമുക്ക് വാങ്ങി തന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇടപെടലുകളിലൂടെ ഉണ്ടായ ഒരു മനോഹാരിതയുടെ സൗന്ദര്യം അതിനകത്തുണ്ട്. കാരണം നമ്മൾ പോകാനുള്ളവരാണ്. ആ ബോധം നമ്മളിൽ ഇടക്കിടക്ക് തുടികൊട്ടുമ്പോഴാണ് നിസ്കാരത്തിന് ഒരു തഖ്വയും ഭക്തിയൊക്കെ ഉണ്ടാവുക. ഇസ്ലാം എല്ലാ സൈക്കോളജിയും മുസ്ലിമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷിക്ക് പോകണ മുസ്ലിമിനോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്നുള്ളൊരു ഒപ്റ്റിമിസം, ഒരു ശുഭാപ്തി വിശ്വാസം നിന്റെ മനസ്സിൽ വേണം. അപ്പൊ അത് കൃഷി ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല. ഇന്ന് ഉച്ചക്ക് ഇപ്പൊ ഞാറ്റുവേല അല്ലെ, മേടപ്പത്ത് ഇന്നലെ മിനിയാന്ന് മേടപ്പത്ത്. പഴയകാലത്തൊക്കെ മേടപ്പത്തിന്റെ അന്നാണ് പഴയകാലം മലയാള മാസപ്രകാരം ഞാറ്റുവേലക്ക് തുടക്കം കുറിക്കപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാല് ഐശ്വര്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൃഷിയുടെ കാർഷിക വൃത്തിയുടെ നാന്ദി കുറിക്കുന്ന ദിവസമാണ് മേടപ്പത്ത്. അപ്പൊ അന്ന് മുതൽ മലയാളി ഞാറ്റുവേലയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വേനൽ മഴ അവന് കിട്ടും. അത് കഴിഞ്ഞ് ഇടവമ്പത്ത്, അതുപോലെ തന്നെ ഇടവപ്പാതി, അതിലൂടെ അവന്റെ അഗ്രികൾച്ചർ പ്രോസസ് ഇങ്ങനെ നടന്നു പോവാൻ. അപ്പൊ ഓരോന്നിനും ഓരോ യുഗങ്ങൾക്ക് വഴിമാറിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിയും, അടുത്തത് വരും, അത് പോകും, വേറെ വരും. ജീവിതം ഒരു പ്രഹേളികയാണ്. കുറെ ആളുകൾ നമ്മളെ കൂട്ടത്തില് ചിലർ ജീവിതത്തെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യണം. അത് നമ്മൾ കാണില്ല. ജീവിതത്തെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക. വേറെ കുറെ ആൾക്കാരാണെങ്കിലും മരണത്തെ പേടിച്ചിട്ട് ജീവിക്കും ചെയ്യാം. ഹോസ്പിറ്റലിലെ ആതുരാലയങ്ങളിലൊക്കെ കാണുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് എന്റെ ജീവൻ രക്ഷിച്ചു കിട്ടിയാൽ എന്ത് വേണമെങ്കിലും തരാ, അവിടെ വിൽക്കുക, ഇവിടെ വിൽക്കുക, ലോൺ എടുക്കുക, എന്നാലും വേണ്ടിയില്ല, ജീവനൊന്ന് കിട്ടിയാൽ മതി. ഒരു ബോധമില്ലാത്ത വേറെ കുറെ ആൾക്കാർ ജീവിതം മടുത്തിട്ട് ഒരു പ്രശ്നം, ആരോഗ്യകരമായ ഒരു കുഴപ്പവും ആൾക്കില്ല. ആൾക്ക് ഷുഗർ വന്നിട്ടില്ല, കൊളസ്ട്രോൾ വന്നിട്ടില്ല, യൂറിക് ആസിഡ് വന്നിട്ടില്ല, പ്രഷറിന്റെ പ്രശ്നങ്ങളില്ല, വേരിയേഷൻ ഇല്ല, എല്ലാം പക്കയാണ്. അത്രയും ആരോഗ്യ ദൃഢഗാത്രനായ ശരീരത്തിന്റെ ഉടമ മനസ്സ് പതറിപ്പോയതിന്റെ പേരിൽ ആത്മഹത്യാ മുനമ്പിൽ കോടി കയറുക. ഷേക്സ്പിയറിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സിറ്റ്, അവസാനത്തെ ഡോർ, എക്സിറ്റ്, പുറത്തേക്ക് പോകാനുള്ള ഫൈനൽ എക്സിറ്റ്. അതില് സോക്രട്ടീസിന്റെ ഒരു വിശച്ചടിയെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ഇടയിൽ
ആത്മഹത്യ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഈ വിഷച്ചെടി കഴിച്ചാൽ മതി, അതൊരു ബുക്ക്ലെറ്റാണ്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹം മൂത്ത് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു കൈപുസ്തകം, സഹായ പുസ്തകമാണ് ദി ഫൈനൽ എക്സിറ്റ്, നിങ്ങളുടെ അവസാനത്തെ ഡോറ് എന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം. ഇത് കേട്ടിട്ട് വേറെ ആരെങ്കിലും ആത്മഹത്യ ചെയ്താല് അതിന്റെ പലിശന്റെ ശമ്പളത്തിന്റെ പാപത്തിന്റെ ശമ്പളം പറ്റാൻ എനിക്ക് ത്രാണിയില്ല. ഞാൻ എന്റെ വിഷയത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത ഈ ഫൈനൽ എക്സിറ്റില് കുട്ടികളെ കൊല്ലണ രീതി പോലും പറയുന്നുണ്ട്. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളില് അവിഹിതമായിട്ട് പറന്നുപോയ കുഞ്ഞുമക്കള് ആരോട് പിന്നെ നാലാളി കുട്ടിയെ കണ്ടാല് ആരാ നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോ കല്യാണം കഴിക്കാത്ത ഞാൻ എന്താ മറുപടി പറയും? അപ്പൊ ഇത് അവിഹിതമാണ്, ഇത് ജാരസന്തതിയാണ്, അതെനിക്ക് മാനഹാനിയാണ് എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കൊലപ്പെടുത്താം. ഫൈനൽ എക്സിറ്റിന്റെ സഹായത്തില് ഈ വേറൊരു പുസ്തകം അവിടെ വിരചിതമാവുകയാണ്. അപ്പോ ഓരോരുത്തരും ചർച്ച ചെയ്യാണ്. നവജാത ശിശുവിനെ കൂടുതൽ നേരം നനഞ്ഞ ശീലയിൽ പൊതിയലാണ് ഒരു രീതി. മറ്റൊന്ന്, നവജാത ശിശുവിനെ അമിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കലാണ്. കാരണം ഒരു പുറത്തെ കൈ ഇടപെടാത്ത രീതിയിൽ, സംശയം ജനിപ്പിക്കാത്ത രീതിയിലുള്ള അന്ത്യം കുറിക്കൽ. പിന്നെ വേറൊരു പെണ്ണ് ചർച്ച ചെയ്യുന്നുണ്ട്, നെന്മണി ഇട്ട് കൊടുക്കലാണ്. നെല്ലിന്റെ മണി കുഞ്ഞിന്റെ കണ്ടനാളത്തിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അതൊക്കെ സംഭവിക്കുന്നു അല്ലെ? മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ നിന്ന് ദയാവായ്പ എന്ന് പറയുന്ന സാധനം അടുത്തെറിയപ്പെട്ട് കഴിഞ്ഞാല് മൃഗങ്ങൾ പോലെ നമ്മളെ കാണാനും നമ്മളെ ചിന്തിക്കാനും ഭയപ്പെടുന്നതാണ്. ഇത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത. ഏത് കടുങ്കയും അവൻ ചെയ്യും. പുലിയുടെ ഇനത്തിൽപ്പെട്ട ഒരു പുലിയെ ചരിത്രത്തിൽ ഇന്ന് വരെ കൊല ചെയ്തിട്ടില്ല. നായയെ കൊല്ലുന്നില്ല, ആനയെ കൊല്ലുന്നില്ല, സിംഹത്തെ കൊല്ലുന്നില്ല. സ്വന്തം ജനുസിൽപ്പെട്ട ഒരാള് അതേ